ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരം രോഗങ്ങളെ പ്രതിരോധിക്കാൻ കരുത്തുറ്റതാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആയുർവേദ വിധിപ്രകാരം കർക്കിടക ചികിത്സ, അതായത് ദേഹരക്ഷയ്ക്ക് ഏറ്റവും ഉത്തമമായ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കഞ്ഞിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ശരീരത്തിലെ രക്തക്കുറവ് പൂർണ്ണമായും മാറ്റി വിളർച്ച അകറ്റാനും ക്ഷീണവും തളർച്ചയും മാറ്റി ശരീരബലവും ഊർജവും വർദ്ധിപ്പിക്കാനും അമിതമായ കൊളസ്ട്രോളും ഷുഗറും നിയന്ത്രിക്കാനും ശരീരവേദനകളിൽ നിന്നും സന്ധിവേദനകളിൽ നിന്നും ആശ്വാസം നൽകാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള പ്രതിരോധശേഷി ഇരട്ടിയാക്കാനും ഈ ഒരൊറ്റ കഞ്ഞി മതി. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ, വരുന്ന ഒരു വർഷം മുഴുവൻ ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും ഇരിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ഔഷധക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ എടുക്കുന്നത്. ഉലുവ പ്രമേഹ രോഗികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയരാതെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഇത് ഉത്തമമാണ്. അതുപോലെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDLനെ കുറക്കാനും നല്ല കൊളസ്ട്രോളായ HDLനെ നിലനിർത്താനും അതുവഴി ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും സന്ധിവാതം മൂലമുള്ള ശരീരവേദനകളും നീരുകളും കുറക്കാനും പ്രതിരോധശേഷിയും ശരീരബലവും കൂട്ടാനും തലമുടിയുടെയും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ഉലുവ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ഉലുവ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 8 മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണിത്. ഇനി ഈ ഉലുവ കുതിർത്തെടുത്ത വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് ഞവര അരിയാണ്. ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഞവര അരിയിലാണ്. ഞവര അരി ശരീരത്തിന് നല്ല ബലവും ആരോഗ്യം കിട്ടാനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഷുഗറും കൊളസ്ട്രോളും കുറക്കാനും അതുപോലെ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുമൊക്കെ ഞവര അരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഏത് പ്രായക്കാർക്കും എളുപ്പം ദഹിക്കുന്ന ഒന്നാണ്. പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ അരിയാണ് ഞവര അരി. ഇത് ഷുഗർ ലെവൽ നോർമലാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത് പ്രസവ ലേഹം മുതൽ ഒട്ടുമിക്ക എല്ലാ ലേഹങ്ങളിലും ഈ അരിയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ട് തന്നെ ഇതൊരു സൂപ്പർ ഫുഡാണെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഞവര അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതും ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1-ാം പാൽ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ 2-ാം പാലിലാണ് കേട്ടോ നമ്മൾ ഈ അരിയും ഉലുവയും വേവിച്ചെടുക്കുന്നത്. ഞാനൊരു 3 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ ഈ 2-ാം പാൽ എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് ഞാൻ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളിയാണ്. കുഞ്ഞുള്ളി രക്തം കൂടാനും ചുമ, ജലദോഷം, നീർക്കെട്ട്, കഫക്കെട്ട് ഇതൊക്കെ മാറാനും പ്രതിരോധശേഷി കൂടാനും ഒക്കെ സഹായിക്കും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് കുമിൻ സീഡ്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആശാളി, അതായത് ഹലീം സീഡ്സ് ആണ്. ഇത് നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞവര അരിയും ഉലുവയും ഒപ്പം ആശാളിയും കൂടി ചേർക്കുമ്പോൾ ഈ കഞ്ഞിയുടെ ഔഷധ മൂല്യം ഇരട്ടിയാണ്, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ ദേഹരക്ഷയ്ക്ക്. ഇതിൽ ധാരാളം പ്രോട്ടീൻസും അയണുമൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രക്തക്കുറവുള്ളവർക്ക് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. ഇത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കുമൊക്കെ ഇത് കഴിക്കാം. ഇത് ഷുഗറുള്ളവർ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് ക്ഷീണം അകറ്റി ശരീരത്തിന് നല്ല ശക്തിയും ഉന്മേഷവും നൽകാനും ഇതിൽ പ്രോട്ടീനും അയണും അടങ്ങിയിട്ടുള്ളതിനാൽ മുടി കൊഴിച്ചിൽ തടയാനും തലമുടി കരുത്തോടെ വളരാനും ഹെൽപ്പ് ചെയ്യും. ഈ ആശാളിയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതും ഈ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരൽപ്പം ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കുക. ഇന്ദുപ്പ് എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വാങ്ങിക്കുമ്പോൾ ഒരു കട്ടയായിരിക്കും കിട്ടുക. അപ്പോൾ അത് പൊടിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക.
ഉലുവ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വന്നേക്കും. 5 വിസിലിൽ കൂടുതൽ നിങ്ങൾ വേവിച്ചെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവും കൂട്ടിയെടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് അടിയിലൊന്നും പിടിക്കാതെ ഉലുവയും അരിയും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ 5 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ നല്ലതുപോലെ പോയതിന് ശേഷം തുറന്ന് നോക്കുക. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നവരരിയും ഉലുവയും ആശാളിയും ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയുടെ 1-ാം പാലില്ലേ, അത് ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് തിളപ്പിക്കരുതിട്ടാ, കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് തിളക്കാൻ അനുവദിക്കാതെ ചൂടാക്കിയിട്ടെടുക്കുക. ഞാൻ ഈ കഞ്ഞി കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇതിൽ മധുരമൊന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ കഴിക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും കുറച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിൽ മധുരമൊന്നും നമ്മൾ ചേർത്തിട്ടില്ലെങ്കിലും ഇതൊട്ടും കയ്പൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഈ ബൗളിലുള്ളത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളതിൽ ഷുഗർ ഇല്ലാത്തവർക്കും കുട്ടികൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് മധുരമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയും 1 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പനഞ്ചക്കര ഉരുക്കിയെടുത്തിട്ട് അത് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പായസം പോലെയാവും. അപ്പോൾ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇനി നിങ്ങളുടെ അടുത്ത് പനഞ്ചക്കര ഇല്ലെങ്കിൽ സാധാരണ ശർക്കര എടുത്താലും മതി കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഉലുവക്കഞ്ഞി, അതായത് ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഗീയിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ കുഞ്ഞുള്ളി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് നമ്മൾ നേരത്തെ മധുരം ചേർക്കാതെ ഒരു ബൗളിലേക്ക് കഞ്ഞി മാറ്റി വെച്ചില്ലേ, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ബാക്കിയുള്ളത് നമ്മൾ മധുരം ചേർത്ത് തയ്യാറാക്കിയ കഞ്ഞിയിലേക്കും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിന് ഉലുവക്കഞ്ഞിയെന്നും ഔഷധക്കഞ്ഞി എന്നൊക്കെ പറയാം. ഇതിൽ നമ്മൾ ഞവരരിയും ഉലുവയും കുഞ്ഞുള്ളിയും ഒപ്പം ആശാളിയും കൂടി ചേർത്തത് കൊണ്ട് ഈ കഞ്ഞിയുടെ ഔഷധ മൂല്യം ഇരട്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.